ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിങ് എന്ന് പറയാം. കാരണം എല്ലാം വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫിനാൻസ് ഉണ്ട്, കരിയർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാലം അനുഭവിച്ച, അതായത് 2025 എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു പീരീഡ് ആയിരുന്നു. എല്ലാവർക്കും അതെ, ഒരുവിധപ്പെട്ടവരെല്ലാവരും തന്നെ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു ആരോഗ്യ വിഷയങ്ങൾ, പിന്നെ കരിയർ വിഷയങ്ങൾ, ഫിനാൻസ് വിഷയങ്ങൾ എന്ന് വേണ്ട ഒരു ഹീലിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്ന ഒരു വർഷം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. എന്നാൽ 2026 നമുക്ക് വളരെ അനുകൂലമായ നേട്ടങ്ങളൊക്കെ കൊണ്ടുവരുമെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, രണ്ടാമത്, ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. പിന്നെ ടൈംലെസ് ആണ്. നിങ്ങളുടെ കൈകളിൽ എപ്പോൾ ഇത് കിട്ടുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് വാലിഡ് ആകുന്നതാണ്. പിന്നീട് നമുക്ക് ജെൻഡർലെസ് ആണ്, അതുകൊണ്ട് മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മളുടെ ചാനൽ എല്ലാവർക്കും അറിയാമല്ലോ, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ അതുകൂടി ചെയ്തിരിക്കണം. ഓക്കെ, എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ, വളരെ സന്തോഷമുണ്ട്. താങ്ക് യു എല്ലാവർക്കും. അപ്പം നമ്മൾ റീഡിങ്ങിലേക്ക് പോവുകയല്ലേ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ അത് ഇതായിരുന്നു. ഒന്ന്, എന്തായിരുന്നു? തമ്മിൽ തല്ല്, വഴക്ക്, അടി, ഇടി, ചിലപ്പോൾ അയൽവാസികളുള്ള തർക്കമായിരിക്കാം, അതിര് തർക്കമായിരിക്കാം, അങ്ങനെ പല 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 വിഷയങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ, നമ്മുടെ വീട്ടിലായിരിക്കാം, ഫ്രണ്ട്സായിരിക്കാം, എന്തുമാവട്ടെ, ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. ജോലി ഭാരമുണ്ടായിരുന്നു, താങ്ങാൻ കഴിയാത്ത ജോലി ഭാരം നമുക്ക് മിക്കവാറും കിട്ടുന്നുണ്ടല്ലേ ഇതെല്ലാം. ജോലി ഭാരം നമുക്ക് ഉണ്ടായിരുന്നു, വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ദ മൂൺ, പല കാര്യങ്ങളും ഒളിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് കിട്ടാതിരുന്ന, നിങ്ങൾക്ക് സംശയത്തിലിരുന്ന നിഗൂഢമായ പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് സാമ്പത്തികമായിട്ട് വളരെയധികം വിഷമിച്ചിരുന്ന ഒരു സമയമുണ്ടായി. നമുക്ക് ഇതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് വന്നതാണ്. പിന്നെ നമ്മളുടെ ജീവിതത്തിലെ കപ്സ്, 8 ഓഫ് കപ്സ് എല്ലാം നമ്മൾ പുറംതിരിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് പോയി എന്നിരിക്കുന്നു. കുറേ ആൾക്കാർക്ക് മൂവ് ഓൺ ചെയ്തതായിരിക്കും. അങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെ കാണിക്കുന്നു. മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ ഇത്രയും കാലം അനുഭവിച്ചിരുന്ന കുറേ വിഷമങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് നോക്കാം. ഇവിടെ ഒരു ഈഗോയിസ്റ്റ് പേഴ്സൺ എന്ന നിലയിൽ ഒരു ദ എംപറർ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വളരെ അതോറിറ്റി കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ ഈഗോയിസം വെച്ച് പുലർത്തുന്ന, അതാണ് നമുക്ക് ഇവിടെ കിട്ടിയ ഈ കാർഡ്, മൂൺ കാർഡ്. കാരണം ഒരു കാര്യവും തുറന്നു പറയില്ല, ഒന്നും പറയില്ല, ഒന്നോ രണ്ടോ വാക്കുകളിൽ മാത്രം കാര്യങ്ങൾ പറയുകയും എന്നിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ മെസ്സേജൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്, വെറും ഒരു തമ്പ് ഇംപ്രഷൻ മാത്രമായിരിക്കും. നിങ്ങളൊരു മെസ്സേജൊക്കെ വളരെ കാര്യമായിട്ടൊക്കെ ആയിരിക്കും ഇടുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു തമ്പ് ഇംപ്രഷൻ. ഓക്കെ, തമ്പ് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ, അതുപോലെ തന്നെ ലൈഫിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാതിരുന്നു പല കാര്യങ്ങളിലും എന്ന് കാണിക്കുന്നു. വെട്ടം കുറച്ചൊരു കുറവുണ്ട് കേട്ടോ. എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നു, അതൊക്കെ അവസാനിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ് മാറിയിട്ട് നമുക്കൊരു റീബർത്ത് വരാൻ പോകുന്നു, എന്ന് വെച്ചാൽ ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നു. ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വരുന്നു, ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു, ചേഞ്ച് വരുന്നു. ഇത്രയും കാലം അനുഭവിച്ച നിങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഒരു റീബർത്ത് വരാൻ പോകുന്നു എന്നാണ്. അടുത്ത കാർഡ് വരുന്നത് 8 ഓഫ് വാൻസ്. വളരെ സന്തോഷകരമായ ചില സന്ദേശങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു എന്ന് കാണുന്നുണ്ട്. ഫോൺ കോളായിരിക്കാം, ചിലപ്പം മെസ്സേജസ് ഒക്കെ ആയിരിക്കാം, അതൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ് നമുക്ക് കാർഡ് തന്നിരിക്കുന്ന ഒരു എനർജി. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിജയിക്കുന്നു എന്നാണ്. അതായത് നിങ്ങൾക്ക് പലയിടത്തും അവഗണനകൾ ലഭിച്ചിരുന്നു എന്ന് കാണിക്കുന്നു. പല സ്ഥലത്തും നിങ്ങൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് അംഗീകാരം വരുന്നു, നിങ്ങളെ അംഗീകരിക്കപ്പെടുന്നു എന്ന് കാണിക്കുന്നു. നിങ്ങൾക്ക് വിജയം വരുന്നു, നിങ്ങൾ എല്ലായിടത്തും ഒരു റെക്കഗ്നൈസ്ഡ് പേഴ്സൺ ആകാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫാമിലി കാർഡ് വന്നിട്ടുണ്ട്.
മാരേജ് നടക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, മാരേജിൽ തടസ്സം വന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മാരേജ് ഇപ്പോൾ പിന്നെ വരിക, അല്ലെങ്കിൽ പ്രൊപ്പോസൽ വരിക, അല്ലെങ്കിൽ മാരേജ് ആകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എൻഗേജ്മെൻ്റ് ആകുക, അങ്ങനെയൊക്കെയുള്ള ചില നല്ല കാര്യങ്ങൾ വരുന്നു. വളരെ ഹാപ്പി ആയിട്ടുള്ള സെലിബ്രേഷൻസ് നിങ്ങളുടെ പിന്നെ നിങ്ങൾ ഫാമിലിയിൽ നിങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം കിട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ അടുത്ത് തന്നെ കിട്ടാൻ പോകുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ദ സൺ വന്നിട്ടുണ്ട്. സൺ അത് തന്നെയാണ് പറയുന്നത്. ഫാമിലി കാർഡിൻ്റെ പുറകിൽ തന്നെ സൺ വന്നിട്ടുണ്ട്. സൺ എന്താണ്? പ്രോസ്പെരിറ്റി, അബണ്ടൻസ്, പിന്നെ മാരേജ് നടക്കുക, അങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് എല്ലാ സന്തോഷങ്ങളും, അതായത് ലക്ഷ്മി ഭഗവതി അനുഗ്രഹിച്ചു നിങ്ങൾക്ക് എല്ലാം തരുന്നു എന്നാണ് നമുക്ക് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. എല്ലാം കിട്ടാൻ പോകും. നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഡിവൈൻ്റെ മുമ്പിൽ ആപ്ലിക്കേഷൻ വെക്കുകയാണ്, എനിക്ക് ഇന്ന കാര്യങ്ങൾ നടക്കണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ നടക്കണം. നമ്മൾ ആഗ്രഹിക്കണം, ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ വല്ലവരോടൊക്കെ പോയിട്ട് ആഗ്രഹം പറഞ്ഞിട്ട് കാര്യം എന്തായിരിക്കുന്നത്? ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഫാമിലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുക അല്ലേ? ഓക്കെ, അതെന്ത് പോട്ടെ. പക്ഷേ നമ്മൾ അവസാനം അതെന്ത് ചെയ്യും? ലാസ്റ്റ് ഈശ്വരൻ്റെ മുൻപിലാണ് വയ്ക്കുക. എൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ ഇത് ഇവിടെ ഇരിക്കട്ടെ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തരണം. നിങ്ങൾ ഇന്ന് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ അപ്പം തന്നെ ഗ്രാൻഡഡ് ആയിക്കൊള്ളണം എന്നൊന്നുമില്ല. ഒരു പക്ഷേ കുറച്ച് സമയമൊക്കെ എടുക്കും അല്ലേ? ഭഗവാൻ അതൊക്കെ നോക്കി നിങ്ങൾക്ക് തരാൻ പറ്റുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും തരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു. 9 ഓഫ് കപ്സ് എന്ന ഭാവത്തിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം ഫുൾഫിൽ ആകാൻ പോകുന്നു. നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാം തരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരുന്നു. ഇല്ലെങ്കിൽ ന്യൂ റിലേഷൻസ് ആയിരിക്കാം കേട്ടോ. ചിലർ പിന്നെ കമൻസിലൊക്കെ ഇടാറുണ്ട്, ചിലർക്കൊക്കെ ചിരി വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള പോലും അവരുടെ ആക്ഷൻസിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ചിലപ്പോൾ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ വ്യക്തി തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് അബണ്ടൻസ്, പ്രോസ്പെരിറ്റി ഒക്കെ കൊണ്ടുതരുന്നതും ചിലപ്പോൾ നമ്മുടെ മാരേജിൽ നമുക്കൊരു ലൈഫൊക്കെ കിട്ടുന്നതൊക്കെ. മനസ്സിലായില്ലേ? ഈശ്വരൻ എന്താണോ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് അതായിരിക്കും നടക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല നടക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. വളരെയധികം പ്രണയം ഒഴുകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തി, പുതിയ വ്യക്തി ആയാലും ശരി, നിങ്ങളുടെ പഴയ വ്യക്തി ആയാലും ശരി, ആരായാലും നിങ്ങളിലേക്ക് വരുന്ന വ്യക്തി നിങ്ങൾക്ക് ധാരാളം പ്രണയം സമ്മാനിക്കുന്ന വ്യക്തിയാണ്. ഒരു മിസ്സിങ് എനർജിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിസ്സിങ് എനർജി തീർപ്പോൾ പഴയ ആളാണ് എന്ന് വിചാരിക്കാം നമുക്ക് അല്ലേ? 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതലൊക്കെ എന്ത് കാർഡാണ് ഇനി തരാനുള്ളത്? 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേന് കണ്ടില്ലേ, 2 കപ്പ്, 2 കൈകൾ ചേർത്ത് പിടിച്ചിട്ട് അതിൽ ഇങ്ങനെ ആ കൈകളിൽ നിന്നാണ് ആ 2 കപ്പിലേക്ക് ഇങ്ങനെ പ്രവഹിക്കുകയാണ് സ്നേഹം. അപ്പോൾ ഇതൊക്കെ ഒരു സോൾമേറ്റിൻ്റെ കാർഡാണ് കേട്ടോ. അപ്പോൾ സോൾമേറ്റാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. അവസാനം നമുക്ക് വന്ന കാർഡ് ദ വേൾഡ്. ഇതിൽ കൂടുതലൊന്നുമില്ല. ദ വേൾഡ് നിങ്ങൾക്ക് വരാൻ പോകുന്നു. ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നു. നിങ്ങളിലേക്ക് സമൃദ്ധി ഒഴുകി വരുന്നു. നിങ്ങളിലേക്ക് സ്നേഹം അങ്ങനെ വരുന്നു, പെയ്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ അബണ്ടൻസ് വരുന്നു, പ്രോസ്പെരിറ്റി വരുന്നു, സ്നേഹം വരുന്നു. ഇതിൽ കൂടുതലൊക്കെ എന്താണ്? രോഗാദി ദുരിതങ്ങളിൽപ്പെട്ടിരുന്ന ആളുകൾ പോലും എന്താണ് അതിൽ നിന്നൊക്കെ മുക്തരാകുന്നു എന്നാണ്. അപ്പോൾ ഒരുപാട് മാറ്റമാണ് ഈ വർഷം നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എനർജി. നമ്മളിതുവരെ അനുഭവിച്ച ദുഃഖങ്ങൾക്കും വേദനകൾക്കും ഒരു പരിഹാരമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.